ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറിയാണ്. അപ്പോൾ ആ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരുവും മുരിങ്ങേൻ്റെ ഇലയും കറിയാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ചട്ടി എടുത്തിട്ട് തക്കാളിയും പിന്നെ 2 മുളകും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പരിപ്പാണ്. പിന്നെ ഇത് വന്നത് ചക്കക്കുരുവാണ്. അപ്പോൾ അത് ചട്ടിയിൽ ഉണ്ടാക്കിയാലാട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അതിനെ കൂടി ഞങ്ങൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ അത് കുറച്ച് പരിപ്പാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, തക്കാളിയും മുളക് ഒരെണ്ണം ചീന്തിയതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചക്കക്കുരു ഫുള്ളായിട്ട് തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ, കല്ലുപ്പായിക്കോട്ടെ. ഇത്തിരി കല്ലുപ്പിട്ട് കൊടുക്കുക. 1 കപ്പ് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾ എടുത്ത് കൊടുക്കാം. ഇതാ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചു. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ച് വെക്കാം. വെച്ചിട്ട് നമ്മൾ ഇതാക്കി ചിക്കുന്നല്ലോ, അത് ചക്കക്കുരു ഇതൊക്കെ ഈ ഒരു ചട്ടിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി മുരിങ്ങേൻ്റെ ഇല പറിച്ചിട്ട് വരെ. വെള്ളമായിട്ടോ നമ്മൾ മുരിങ്ങേൻ്റെ ഇല പറിച്ചത്. അപ്പോൾ മുരിങ്ങേൻ്റെ ഇല പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ മുരിങ്ങേൻ്റെ ഇല നന്നാക്കുകയാണ്. അടുത്ത വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ മുരിങ്ങേൻ്റെ ഇല. അപ്പം അവിടെ നിന്നാണ് പറിച്ചത്. അപ്പോൾ ഇതായിട്ടുണ്ട്. കുറച്ചുകൂടി വേവട്ടെ. അപ്പോൾ ചക്കക്കുരു നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് ഉടച്ചതിൻ്റെ ശേഷം തേങ്ങ ഇതാക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങ അരച്ചാട്ടോ ഞാൻ ഇളക്കി കൊടുക്കുക. കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേ. അപ്പോൾ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയ ഒരു മുരിങ്ങേൻ്റെ ഇല നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വറവിട്ട് കൊടുക്കുക. നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. അപ്പോൾ കടുകിട്ട് പൊട്ടുക കേട്ടോ. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചോറിനെ കൂട്ടാൻ ചെറുപയർ ഉപ്പേരിയുണ്ട്, പിന്നെ കോവയ്ക്ക ഉപ്പേരിയുണ്ട്, പിന്നെ മാങ്ങയുള്ള നാരങ്ങാച്ചാറുണ്ട്, പിന്നെ ഉണക്കൽ മത്തി ഉണ്ട്, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മുരിങ്ങേൻ്റെ ഇല കറിയും പിന്നെ ചോറും ഉണ്ട്. പിന്നെ വെള്ളമുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ.